സത്യമായിട്ടും ഇന്നലെ വരെ ഞാൻ ഇങ്ങനെയായിരുന്നില്ല. ഇന്നിപ്പോ ഏറ്റവും ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ പോലും ഞാൻ ഒരുപാട് ചിന്തിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി മാറിയേക്കാം എന്ന പ്രതീക്ഷയിലാവും. ഇൻഫാക്ട് ദിസ് ഇസ് ഡെഫിനറ്റ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേ ഓഫ് മൈ ലൈഫ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേ. ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നേരം മതി ഒരാളുടെ ജീവിതം മാറി മറിയും. എന്റെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 18 ദിവസം മുമ്പ് കുര്യനും കുമാറും എന്നെ കാണാൻ ഓഫീസിൽ വന്നതിട്ടാണ്. കൂടെ കുര്യച്ചാനുള്ളത് കൊണ്ട് ഞങ്ങളുടെ വരവെന്തിനായിരിക്കും ഊഹിക്കാമല്ലോ. അച്ചായനിപ്പോ ഒരല്പം കഷ്ടത്തിലാണെന്നുള്ളതും മിസ്റ്റർ വിജയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എനിക്കറിയാം. നേര് പറഞ്ഞ ഇയാളെ ആ കഷ്ടം തീർക്കാൻ എന്റെ ഒരു കിഡ്നി അങ്ങ് ദാനം ചെയ്താലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. Is that made to be funny, Mr. Vijay? എന്തേ സുഖിച്ചില്ലേ? ചക്കച്ചുള പോലെ കാശണി വാങ്ങിച്ച് മുങ്ങി നടന്നിട്ട് ഒടുക്കം വക്കാലത്ത് പറയാൻ ആളെയും കൂട്ടി വന്നിരിക്കുന്നോടാ പന്ന. താൻ എന്തായി കാണിക്കുന്നത്? വിട്. ലുക്ക് മിസ്റ്റർ വിജയ്, പവൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD CS നമ്പ്യാർ സാറാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ടയാളാണ് ഈ കുര്യച്ചായൻ. നേര് പറഞ്ഞ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇയാൾ ഇത്രയും വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസിലാണെന്ന് സാർ അറിയുന്നത്. Now Nambiar sir is ready to clear all his liabilities, including yours. നമ്പ്യാരോ ചാക്കയാരോ അതൊന്നും എനിക്കറിയണ്ട. ഐ മസ്റ്റ് ഗെറ്റ് മൈ മണി. 11,280 പൗണ്ട് ഇന്ന് വരെയുള്ള പലിശ അടക്കം അത്രയുമാണ് ഇയാൾ എനിക്ക് തരാനുള്ളത്. അയ്യോ ഇല്ല കുമാറേ, എങ്ങനെ നോക്കിയാലും ഇത്ര എമൗണ്ട് വരികയില്ല. സത്യമായിട്ടും പലിശ ഇനത്തിൽ പലപ്പോഴായി 4,000 പൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. മാപ്പിളെ, ഒരുമാതിരി കന്നാലി കച്ചവടം നടത്തുന്ന പോലെ എന്റെ ഓഫീസ് റൂമിൽ വന്നു കയറി ഉണ്ടാക്കരുത്. കാശ് തന്നതിന് തന്റെ വല്ല തെളിവുണ്ടോ? ഉണ്ടോടോ? തെളിവ് അതിപ്പോ എന്തേ ഉണ്ടെങ്കിൽ കാണിക്കടോ. തന്റെ കയ്യിലുള്ള തെളിവ് കാണിക്കാൻ, അല്ലാതെ വെറുതെ കാണാകണോ പറഞ്ഞാ പോരാ. തന്റെ കയ്യിലുണ്ടെങ്കിൽ കാണിക്കടോ. ഇഫ് യു ഹാവ് സംതിങ് ഇൻ റൈറ്റിംഗ് ഷോ ഇറ്റ് ടു മീ മാൻ. എനിക്കറിയാമായിരുന്നു അങ്ങനെ ഒരു തെളിവും കുര്യന്റെ കയ്യിലുണ്ടാവില്ല. പണത്തോടുള്ള ആർത്തി കൊണ്ട് മാത്രമല്ല ഒരു 4,000 പൗണ്ട് ഞാൻ അങ്ങ് കയറ്റി അടിച്ചത്. കാശ് തരാതെ എന്നെ അത്രക്കിട്ട് വലിപ്പിച്ചിട്ടുണ്ട് ഈ കുര്യൻ. പിന്നെ പവൻ ഗ്രൂപ്പ് പോലൊരു കമ്പനി ഇടപെട്ടതോടെ ചോദിക്കുന്ന കാശിൽ നിന്ന് മിണ്ടാതെ അങ്ങ് പോയിക്കോളൂന്നായിരുന്നു എന്റെ ധാരണ. പക്ഷെ അവിടെ എനിക്ക് തെറ്റി. അവൻ എന്നോട് കണക്കും ചോദിച്ചു. കാര്യങ്ങൾ കയ്യാങ്കളി വരെ എത്തുകയും ചെയ്തു. ഒടുവിൽ ഇങ്ങനെയൊക്കെയാണ് ആ സീൻ തീർന്നത്. ഇവന്റെയൊക്കെ ബലത്തിൽ ഇപ്പതാൻ പൊക്കോ. പക്ഷെ അതിരമ്പുഴ തന്റെ പെമ്പർനോത്തിയും പിള്ളേരും താമസിക്കുന്ന സ്ഥലം ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. പണി ഞാൻ നാട്ടി തന്നോളാം തനിക്ക്. നത്തിങ് കുര്യച്ചായ, ഇവനൊരു കോപ്പും ചെയ്യില്ല. Before that he will realize what we are. പിന്നെ നീ നിന്റെ നമ്പ്യാരും കൂടെ എന്നെ കയറിയങ്ങ് വഴിച്ചു കളയും. ഒന്ന് പോടാ, നമുക്ക് കാണാം. ഓ കണ്ടേക്കാം. അതവന് സീസനെ അറിയാഞ്ഞിട്ടാ. വാ പോ, നമുക്ക് പോ. ഒരു ആവേശത്തിനന്ന് കുമാറിനെ അങ്ങ് വെറുപ്പിച്ചെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ അത് വലിയ അബദ്ധമായി പോയെന്ന് തോന്നി. കാരണം മീശയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു തുള്ളി വെള്ളം തുടച്ചു കളയുന്നത് പോലെ എന്നെ എന്നേക്കുമായി തുടച്ചു കളയാൻ മാത്രം ശക്തനായിരുന്നു കുമാറിന്റെ ബോസ് CS നമ്പ്യാർ. നിന്റെ ഈ ആർത്തി ഉണ്ടല്ലോ, കാശിനോടുള്ള ഒടുക്കത്തെ ആർത്തി, എഴുതി വെച്ചോ. അത് മാറിയാലേ നീ നന്നാവത്തുള്ളൂ. എന്റെ അസിയേട്ടാ, നിങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞ പിന്നല്ലാതെ നീ ഇങ്ങനെ ഓരോ തെമ്മാടിത്തരം കാണിച്ചിട്ട് ഇവിടെ വന്ന് ഈ ഇരിപ്പിരുന്നാലുണ്ടല്ലോ, അതൊക്കെ സോൾവ് ചെയ്ത് തരാൻ ഞാൻ ഫ്രാൻസിസ് പുണ്യവാളനൊന്നുമല്ല. കോതമംഗലംകാരൻ വെറും ഒരു ഫ്രാൻസിസാ. ഇതിനു മുമ്പ് നീ ഉണ്ടാക്കിയിട്ടുള്ള പല പ്രശ്നങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ പലരെയും ശത്രുക്കളാക്കിയിട്ടുമുണ്ട്. ബട്ട് ദിസ് ടൈം ഐ ആം വെരി സോറി ടു സേ, ഞാൻ ഇടപെടില്ല. കാരണം ഇത് കളി നമ്പ്യാരോ. കൂട്ടിയാ കൂടില്ല മോനെ. നീ നിന്റെ പണി നോക്ക്. അല്ല അസിയേട്ടാ, ആദ്യം അയാൾ ഈ ഓഫീസ് കത്തി, എന്നിട്ട് എന്നെ അതിനകത്ത് പിടിച്ചിടും. രണ്ടുകൂടെ നിന്ന് കത്തും. അസിയേട്ടാ പറയട്ടെ. വിജയ്,
നമ്പ്യാര് വിളിച്ചിരുന്നു. ഏ? നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് റോയ്ഡോൺ പാർക്ക് ക്ലബിൽ വെച്ച് അയാൾക്ക് നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തിന്? അത് അയാൾക്കല്ലേ അറിയൂ. ആ പിന്നെ നമ്മൾ തമ്മിൽ എങ്ങനെയാ പരിചയം ചോദിച്ചപ്പോ ചില ഫംഗ്ഷൻസിലൊക്കെ വെച്ച് ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നീ അത് അവിടെ ചെന്ന് മാറ്റി പറയാമെന്ന് നിൽക്കണ്ട. അയാൾക്ക് എന്ത്? അപ്പം മറക്കണ്ട, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാം പറഞ്ഞതുപോലെ. ഗുഡ് ലക്ക്. അല്ല ചേട്ടാ, ഞാൻ ഹലോ ഹലോ ഒരു രാത്രി മുഴുവൻ നീണ്ട ആലോചനയ്ക്കൊടുവിൽ രണ്ടും കൽപ്പിച്ച് ഞാനൊരു ഉറച്ച തീരുമാനത്തിലെത്തി. ടു ഗോ ആൻഡ് മീറ്റ് മിസ്റ്റർ CS നമ്പ്യാർ. Excuse me. Yes? Mr. CS Nambiar. He's there. Thank you. Welcome. Nambiar sir. Yes. I'm Vijay Das. Oh. You're bang on time. Good. The privilege is mine, sir. Sit. So, how are things? Going on, sir. Good. You should have guessed by now why I wanted to meet you. കുര്യച്ചാൻ എനിക്ക് എൻ്റെ ഗോഡ് ഫാദറിനെ പോലെയാണ്. യുനോ, ലണ്ടനിലെത്തിയ ആദ്യ കാലങ്ങളിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ. അയ്യോ സർ, അത് ആക്ച്വലി എനിക്കൊരു അബദ്ധം. ഇത് കണ്ടോ, സെൻട്രൽ ലണ്ടനിലെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ റിവീലേഴ്സ് ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങളെപ്പറ്റി അന്വേഷിച്ച് അയച്ചു തന്ന മെയിലാണിത്. നവംബറിൽ സ്റ്റുഡന്റ് വിസയിൽ വിജയ് ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലെത്തിയെന്നാണ് അതിൽ. ഇസ് ദാറ്റ് കറക്റ്റ്? എന്നാൽ ഞാൻ അടക്കമുള്ള പലരെയും പോലെ ലണ്ടനിലെ ആദ്യകാലങ്ങൾ ഓർക്കാൻ ഒട്ടും സുഖമുള്ളതായിരുന്നില്ല വിജയ്ക്കും, അല്ലേ? വാഷ്റൂം അസിസ്റ്റന്റ്, കിച്ചൺ അസിസ്റ്റന്റ്, ബാർമാൻ, അങ്ങനെ പലതരം ജോലികൾ. ആയിടയ്ക്ക് ഈസ്റ്റ് ഹാമിൽ സൊളിസിറ്ററായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് താഴത്തലിനെ പരിചയപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി. ശരിയാണ് സർ. ലണ്ടനിലെത്തിയ പിന്നെ പുറത്ത് പറയാൻ കൊള്ളാവുന്നൊരു ജോലി എനിക്ക് ആദ്യമായിട്ട് തന്നത് അസിയേട്ടനാ. ഒരുപക്ഷെ എന്നെ പേടിച്ചിട്ടാവും പുള്ളി എന്നോട് ഇന്നലെ ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. എനിവേ, അവിടെ നിന്നും വിജയ് അഡ്വക്കേറ്റ് ഫ്രാൻസിസിന്റെ സഹായത്തോടെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കോർണർ ഷോപ്പ് ഏറ്റെടുത്ത് നടത്താൻ ആരംഭിച്ചു. വിജയുടെ സമയം നല്ലതായതുകൊണ്ട് ഷോപ്പ് വലിയ ലാഭത്തിലായി. ആൻഡ് നൗ ഈസ്റ്റ് ലണ്ടനിലെ പല ഭാഗങ്ങളായി 10-12 കോർണർ ഷോപ്സ്, കൂടാതെ ഒരു മണി ലെൻഡിംഗ് എന്റർപ്രൈസ്. So, Vijay Das is flying high, isn't it? ഹേ, അങ്ങനെയൊന്നുമില്ല സർ. സാറിന്റെയൊക്കെ മുമ്പില് ശരിക്കും ആ മെയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നോടുള്ള ദേഷ്യമെല്ലാം മാറി. ബിക്കോസ് ഒരു 30 കൊല്ലം മുമ്പുള്ള എന്നെക്കുറിച്ച് തന്നെയാണ് ഞാനതിൽ വായിച്ചത്. അന്നൊരു കുര്യച്ചാൻ, ഇന്നൊരു അസിയേട്ടൻ, അത്രയൊക്കെ മാറ്റങ്ങളേ ഉള്ളൂ.
നേടിയതിലൊന്നും തൃപ്തി വരാതെ പിന്നെയും വെട്ടിപ്പിടിക്കാനുള്ള പാഷനൊക്കെ എനിക്ക് എന്നേ ഇല്ലാതായി. കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നിലനിന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇപ്പം ഫാമിലി ലൈഫിൽ കുറെ ട്രാജഡീസ് ഉണ്ടായിരുന്നു. 5 കൊല്ലം മുമ്പ് ഭാര്യ മരിച്ചത്. അതിന്റെ പിറ്റേ കൊല്ലം ഒരു ആക്സിഡന്റിൽ മകനും പോയി. ഹി വാസ് ഓൺലി 26. ഇനി ആകെ ഉള്ളതൊരു മകളാണ്, പവിത്ര. ബിസിനസിന്റെ എല്ലാ ട്രിക്സ് ആൻഡ് ടേൺസും അറിയാവുന്ന ഒരാളാവണം അവൾക്ക് ലൈഫ് പാർട്ട്ണറായി വരേണ്ടത്. അതെനിക്ക് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ഞാനായിട്ടുണ്ടാക്കിയതൊക്കെ നിലനിൽക്കൂ. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ, തോന്നലുകൾ, അതെന്നും എനിക്ക് ലൈഫിൽ ഗുണമായി വന്നിട്ടുണ്ട്. അത്തരമൊരു തോന്നലിന്റെ പുറത്ത് ചോദിക്കുക, ക്യാൻ യു മാരി മൈ ഡോട്ടർ? സർ, നമ്പ്യാർ എനിക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അത് അങ്ങനെ അല്ലെന്ന് മനസ്സിലായത് അയാൾ ഞാനുമായി ക്രോയ്ഡൻ ഹൈ സ്ട്രീറ്റിലെത്തിയപ്പോൾ. ഒരു രസമുള്ള കാഴ്ച കാണിക്കാനാണ് തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. 5000 മില്യൺ പൗണ്ടിന്റെ ആസ്തിയുള്ള ബിസിനസ് എംപയറിന്റെ ഏക അവകാശിയാണ് ആ തെരുവിൽ തെണ്ടുന്നത്. ഇവളാണോ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ചാരിറ്റീനും ലിറ്ററേച്ചറിനുമൊക്കെ പറഞ്ഞ് ഇവള് കാണിക്കുന്ന ഈ വട്ടുകൾ പിന്നെയും ടോളറേറ്റ് ചെയ്യാം. പക്ഷേ ഇത് കണ്ടോ, കേരളത്തിലെ ഒരു യുവകവി സുരേന്ദ്രൻ കാഞ്ഞാണി, എന്റെ മകളുടെ എക്സ് ബോയ് ഫ്രണ്ട്. അതിലേക്കു ഞാൻ എന്റെ പാറാത്തരോട്ടത്തെ കവിതയായി അർപ്പിച്ചു നിൽക്കൂ. ഒരിക്കൽ പോലും നേരിൽ കാണാതെ ഏതോ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലൂടെ തുടങ്ങിയ ബന്ധം. കുറച്ചുനാൾ മുമ്പ് വരെ ഇവന്റെ കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞു നടന്നതാണ് അവൾ. തനിക്കറിയാമോ, അന്നൊക്കെ ഇവന്റെ ഈ രൂപം സ്വപ്നം കണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുമായിരുന്നു. സുരേന്ദ്രൻ എഴുതിയ ഒരു കവിതയുടെ വൃത്തത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ അവർ തമ്മിൽ ഇപ്പം ടോട്ടലി അകന്നിരിക്കുക. ഈ സമയത്ത് വേണം എനിക്ക് തന്റെ കാര്യം അവളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ. ബട്ട് ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു നോ യുവർ ആൻസർ. അതിപ്പോ സർ ഇത്ര പെട്ടെന്ന് നോ ഇപ്പോൾ ഉടൻ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. യു കൻ ടേക്ക് യുവർ ഓൺ സ്വീറ്റ് ടൈം. സ്കോട്ട്ലൻഡിലെ 3 ഡിസ്റ്റിലറീസ് അടക്കം നമ്പ്യാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് 5000 മില്യൺ പൗണ്ടിന്റെ ആസ്തിയുള്ള ബിസിനസ് എംപയറിന്റെ ഏക അവകാശം. അവളിനി സുരേന്ദ്രൻ കാഞ്ഞാണിയുടേതെന്നല്ല, ഏത് നാറിയുടെ മുൻകാമുകയായിരുന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. നമ്പ്യാരോട് ആലോചിച്ച് പറയാമെന്നൊക്കെ വെറുതെ ഒരു ജാടയ്ക്ക് പറഞ്ഞെങ്കിലും അന്ന് രാത്രിയും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ നമ്പ്യാരെ വിളിച്ച് എന്റെ സമ്മതം അറിയിച്ചു. എന്റെ ഉത്തരം എന്തായിരിക്കുമെന്ന് എന്നേക്കാൾ ഉറപ്പ് നമ്പ്യാർക്കുള്ളതുകൊണ്ടാവാം എന്റെ മറുപടി അങ്ങേരിൽ പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്പ്യാർ സന്തോഷം കൊണ്ട് മതിമറക്കുന്നതിന് ഞാൻ സാക്ഷിയായി.